ഈ ഡിസംബറിൽ ലാസ്റ്റിലൊരു എക്സ് കമ്പനി വന്നിട്ട് എന്നോട് പറയാം, സാർ ഒരു 500 ടയർ ബില്ല് ചെയ്യണം, ഒരു 15% എക്സ്ട്രാ ഡിസ്കൗണ്ട് തരാം, പക്ഷേ ക്യാഷ് ആൻഡ് ക്യാരി. അപ്പോൾ ഞാൻ പറഞ്ഞു, ബോസ് 500 ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10-30 ലക്ഷം റുപ്യാണ്, നടക്കൂല. അപ്പോൾ നമ്മളത് വിട്ട് സെയിം പേഴ്സൺ ഗോസ് ടു ചെന്നൈ. അവിടെ ഒരു മാർവാടിയാണ് ടയർ കച്ചവടം ചെയ്യുന്നത്. അവനോട് പറയും 500 ടയർ 15% ഡിസ്കൗണ്ട് വേണം. അപ്പം മാർവാടി പറയും ആലോചിച്ചിട്ട് പറയാമെന്ന്. ഇവൻ തിരിച്ചു വരും, ഡിസ്കൗണ്ട് ഒന്നുമില്ല, പക്ഷെ ഒരു 3 മാസത്തിലുള്ള പേയ്മെൻറ്റ് തന്നാൽ മതി, 500 ടയർ ബില്ല് ചെയ്യാം. ചാടി വീഴല്ലേ, ഉറപ്പല്ലേ, 500 ടയർ വരുന്ന കാശൊന്നും വേണ്ട, 3 മാസത്തിൽ കൊടുത്താൽ മതി, ഡിസ്കൗണ്ട് ഒന്നുമില്ല. മലയാളി അവിടെ വീണ്, കാരണം മലയാളിക്ക് കടം കിട്ടി, 30 ലക്ഷം റുപ്യേൻ്റെ സാധനം കടം കിട്ടി, 3 മാസത്തിൽ കൊടുത്താൽ മതി. ധൈര്യമായിട്ട് അടിച്ച മോനെ, വേണമെങ്കിൽ കുറച്ച് കൂട്ടി അടിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഗോഡം വേറെ മേടിച്ചോളാം, എന്നാലും പ്രശ്നമില്ല. തിരിച്ച് മാർവാടീൻ്റെ അടുത്ത് പോയി. മാർവാടി പറയും 750 ടയർ എടുക്കാം, 15 ഉള്ളത് 18 ആക്കി, ഡിസ്കൗണ്ട്. ചെക്ക് വെച്ചിട്ടാണ് സംസാരിക്കാം. പറഞ്ഞോ, എഴുതണോ വേണ്ടേ? അവനടിച്ച് 15% 700 750 ടയർ സ്പോട്ടിൽ അടിച്ച്. മലയാളി വേഴ്സസ് മാർവാടി, ആരാ ബുദ്ധിമാൻ? ഞാൻ 500 ടയർ എടുത്തിരിക്കുന്നത് ഒരു ഡിസ്കൗണ്ടും ഇല്ലാതെ, എന്നിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ പേയ്മെൻറ്റ് ഞാൻ കൊടുക്കണം. ആദ്യത്തെ 2 മാസം വിചാരിച്ച പോലെ കച്ചവടം നടന്നില്ലെങ്കിൽ 3-ാമത്തെ മാസം ചക്രശ്വാസം വലിക്കും. പിന്നെ കിട്ടിയ പൈസയ്ക്ക് ഈ സാധനം കൊടുത്തിട്ട് അവസാനം മൊത്തത്തിൽ ഒരു 5-10 ലക്ഷം റുപ്യ ഇതിൽ കൊണ്ടേ കളയും.